നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കൊടിഞ്ഞിപ്പള്ളിയിൽ മതസൗഹാർദ്ദത്തിന്റെ തണൽമരം നട്ട് ദാസൻ തിരുത്തി. മലപ്പുറം ജില്ലയ്ക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നിരന്തരമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൊടിഞ്ഞി തിരുത്തി സ്വദേശിയും ദുബായിൽ ബിസിനസ്സുകാരനുമായ ദാസൻ കൊടിഞ്ഞിപ്പള്ളിയുമായുള്ള തൻ്റെ അഭേദ്യമായ ബന്ധത്തിന്റെ ഭാഗമായി മമ്പുറം സെയ്താൽവി തങ്ങൾ നിർമ്മിച്ച കൊടിഞ്ഞി പഴയ ജുമാഅത്ത് പള്ളിയുടെ കവാടത്തിനരികിൽ ഫലവൃക്ഷം നട്ടത്. സ്വർണ്ണരേഖ എന്നറിയപ്പെടുന്ന പ്ലാവിൻ തൈയാണ് ദാസൻ നട്ടത്. ദാസൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പള്ളി കമ്മിറ്റി പൂർണ്ണ സമ്മതം നൽകുകയായിരുന്നു. കൊടിഞ്ഞിയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായ ദാസൻ കൊടിഞ്ഞിപ്പള്ളിയിലെ മിക്ക പൊതുപരിപാടികളും പങ്കെടുക്കാറുണ്ട്. കൂടാതെ നബിദിന പരിപാടികളും പങ്കെടുക്കാറുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നും കേൾക്കുന്ന പോലെയല്ല മലപ്പുറമെന്നും മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഈറ്റില്ലമാണ് മലപ്പുറമെന്നും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ എന്ന് പറയുന്നതിനേക്കാൾ ജീവിച്ച് കാണിക്കുന്ന സ്ഥലമാണ് കൊടിഞ്ഞിയെന്നും കൊടിഞ്ഞിപ്പള്ളി ഖത്തീബ് അലി അക്ബർ ഇംദാദി പറഞ്ഞു. അതിന് ഉത്തമ ഉദാഹരണമാണ് ദാസനിലൂടെ കൊടിഞ്ഞിപ്പള്ളിയിൽ ഫലവൃക്ഷം നട്ടത് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മഹത്തായ ഒരു സന്ദേശം കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറം ജില്ല ഇവിടെ പുറത്തുനിന്നും കേൾക്കുന്ന പോലെയല്ല മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈറ്റില്ലവും പോറ്റില്ലവുമായ ഒരു പ്രത്യേക നാടാണ് മലപ്പുറം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കൊടിഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരമ്മ പെറ്റ കുഞ്ഞിനെപ്പോലെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ജീവിച്ച് കാണിക്കുന്ന സ്ഥലമാണ് കൊടിഞ്ഞി എന്നത്. പ്രത്യേകിച്ച് നമ്മളെ സുഹൃത്താകുന്ന ദാസേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പള്ളിയിലെ ഖത്തീബാകുന്ന എന്നെ അദ്ദേഹം വിദേശത്ത് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ ചിലവുകളെല്ലാം വഹിച്ച് അദ്ദേഹം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് അതൊക്കെ ഈ നാടിൻ്റെ ഒരു സൗഹാർദ്ദമാണ്, പരസ്പര സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണരേഖ എന്ന് പ്രത്യേക പേരുള്ള ഒരു മാവ് അദ്ദേഹം ഇവിടെ നട്ടിരിക്കുകയാണ് കൊടിഞ്ഞിപ്പള്ളിയിൽ. അതൊക്കെ നാടിന് നൽകുന്ന സന്ദേശങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങളാണ്. ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ ഇനി കാണിക്കാനില്ല. അതിനുമാത്രം പരസ്പര സ്നേഹമാണ് ഞങ്ങളുടെ മലപ്പുറത്തുള്ളത്. പ്രത്യേകിച്ച് കൊടിഞ്ഞിപ്പള്ളിയുടെ ചാരത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നിങ്ങൾ പുറത്തുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാവരും പരസ്പര സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ഇവിടെ കഴിയുന്നു എന്നതും സമാധാനത്തോടെ കഴിയുന്നതും എന്നല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്നും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാവിധ നന്ദികളും പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. നാടിനെ പരിസ്ഥിതി അനുകൂലമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തിരുത്തി പ്രദേശത്ത് റോഡരികിൽ മുഴുവനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്ന് ദാസൻ പറഞ്ഞു. കൊടിഞ്ഞിയുടെ പുണ്യം എന്ന് പറയുന്നത് കൊടിഞ്ഞിപ്പള്ളിയാണ്. മമ്പുറം തങ്ങൾ പണിത പള്ളി ആയതുകൊണ്ടാവണം അതൊരു മാതൃകയും എല്ലാ ജനങ്ങൾക്കും ആശ്വാസവുമായി മാറിയതും. മമ്പുറം തങ്ങൾ കൊടിഞ്ഞിയിലെ ആളുകൾക്ക് വെറും പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല കൊടിഞ്ഞിപ്പള്ളി നിർമ്മിച്ചതെന്ന് തനിക്ക് തോന്നാറുണ്ട്. മതേതര കാഴ്ചപ്പാടോടുകൂടി സഹിഷ്ണുതയോടുകൂടി ജീവിക്കാനുള്ള ഒരു ഉത്തമ കേന്ദ്രം കൂടിയാണ് കൊടിഞ്ഞിപ്പള്ളി എന്ന് വിശ്വസിക്കുന്നതായി ദാസൻ പറഞ്ഞു. കൊടിഞ്ഞി പ്രദേശത്ത് അമ്പലവുമായി ബന്ധപ്പെട്ട് ഇതര മതസ്ഥരും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങൾ തിരിച്ചും സഹകരിക്കാറുണ്ടെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനും വോട്ടിനും വേണ്ടി നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണെന്നും ദാസൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയെ പറ്റി അപരാധങ്ങൾ പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും മറ്റാളുകൾക്കും ഒരു മാതൃകയാകണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പള്ളിയിലൊരു മാവ് നടണം. അത് എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു. കാരണം ഇവിടെ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് മാത്രം അറിയാം ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലാണ്. ഒരു ബുദ്ധിമുട്ടും കാര്യമില്ല. എല്ലാവർക്കും പരസ്പരം എല്ലാ സംഘടന ഞാൻ ഈ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ആളാണ്. ഖത്തീബിനായിട്ട് അത്രയും ബന്ധമുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മലപ്പുറം ജില്ലേനെ പറ്റി അപരാധങ്ങൾ പറഞ്ഞ് പരത്തിലൊന്നും ഒരു കാര്യങ്ങളില്ല. അത് എല്ലാവർക്കും വിശ്വസനീയമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ
നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. ഇനി ഇതേമാതിരി എല്ലാ കാര്യങ്ങൾക്കും ഇത് ഞങ്ങളുടെ അമ്പലങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവരും സഹകരിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടും സഹകരിക്കുന്നു. എല്ലാ വ്യക്തികളും സംഘടനയ്ക്ക് അതീതമായിട്ട് എല്ലാവരും പരസ്പരം സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് ഈ കൊടിഞ്ഞി മമ്പുറം തങ്ങൾ. ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയ പള്ളിയാണിത്. ഇത് എത്ര കാലമുണ്ടോ ജീവിതം അത്ര കാലം മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞോനാജി മറ്റ് ആളുകളൊക്കെ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് ബന്ധങ്ങളിലുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും ചോദിച്ചറിയലുണ്ട്. നല്ല സംഭവങ്ങളാണ് ഇവിടുത്തെ നാട്ടിൽ പറയണ. പുറത്തുള്ള ആളുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും നല്ല മതസൗഹാർദ്ദത്തോടു കൂടി ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഓരോ സന്ദർഭം ഇതിന് ഇറങ്ങിപ്പെടുന്നുണ്ട്. ഇനി എന്ത് കാര്യമാണ്, ഈ പള്ളീൻ്റെ കാര്യമാണെങ്കിലും അമ്പലത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇവിടെ നടന്നു വന്നത്. വ്യക്തികൾക്ക് അതീതം ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ കല്യാണം കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും എല്ലാവരും സഹകരിക്കുന്നതാണ്. അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കണം ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഉള്ള ബന്ധമാണ്. എനിക്ക് 59 വയസ്സായി. ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ ഒരു കുഞ്ഞാമൂലർ എന്ന് പറഞ്ഞൊരു ആളുടെ നേരത്തെ ആളെല്ലാം നിങ്ങൾക്കറിയാമെന്നറിയില്ല, തിരുത്തിയിൽ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ അന്ന് മുതൽ ഈ കത്തിയുണ്ട് അതേമാതിരി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് മലപ്പുറത്തെക്കുറിച്ച് ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലായി പല ആക്ഷേപങ്ങൾ ഉയർന്നു. ഒന്ന്, മറ്റു ഇതര സമുദായങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു നാടാണ് എന്നും, മറ്റൊന്ന് നോമ്പ് കാലങ്ങളിൽ ഇവിടെ കുടിവെള്ളം പോലും കിട്ടില്ല എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അത് പറയുന്ന അവർക്ക് ബുദ്ധിയില്ലായിട്ടാണ്. അല്ലാതെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടെ ഒരു വെള്ളത്തിനോ കാര്യത്തിനോ, ഞാൻ ദുബായിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ പ്രായത്തിൽ 3/4 ഭാഗം ദുബായിലാണ് ഞാൻ ജീവിച്ചത്. അതേ ദുബായ് എങ്ങനെയാണ് അതേമാതിരി അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങൾ അതിൽ കൂടുതൽ ഇവിടെയുള്ള ആളുകളും ഞങ്ങളായിട്ട് സപ്പോർട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അവരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ലാഭത്തിനും വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടോ വോട്ടിനോ വേണ്ടിയിട്ടൊക്കെ പറയുന്നതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അത് 100% ഞാൻ ഉറപ്പ് പറയാണ്. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ആ ഹിന്ദുവായിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഒരു അഭിപ്രായമില്ല. റമദാനിലായാലും മറ്റ് ടൈമിലായാലും ഇവിടെ വെള്ളം കിട്ടാത്തൊരു പ്രശ്നമേ ഇല്ല. എല്ലാ സമയത്തും കൊടിഞ്ഞിപ്പള്ളിയുമായി സഹകരിക്കുകയും അതിനുവേണ്ട സഹായം ചെയ്തു തരുന്ന വ്യക്തിയാണ് ദാസനെന്ന് കൊടിഞ്ഞിപ്പള്ളി സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജി പറഞ്ഞു. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിൽ കൊടിഞ്ഞിയിലെ എല്ലാവരും തൽപരരാണെന്നും അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപ്പം മുതലേ നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരനും ഏത് കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ദാസേട്ടൻ, ഹരിദാസൻ എന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയാം. ദാസന് ഒരു പുതിയ സംരംഭം സ്വന്തം നാട്ടിൽ തുടങ്ങിയിരിക്കുകയാണ്. അൽ അമീറ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൊടിഞ്ഞിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ചടങ്ങുകളൊക്കെ നടന്നത്. എല്ലാ സമയത്തും കൊടിഞ്ഞിപ്പള്ളിയെ പ്രത്യേകം സ്നേഹിക്കുകയും കൊടിഞ്ഞിപ്പള്ളിയിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും ദാസനെ അറിയിച്ചാൽ അത് ആ കാര്യം ഉടനെ തന്നെ നിർവഹിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡ്രസ്സ് അലക്കി ഇടാനുള്ളൊരു സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദാസനോട് ഞാനിങ്ങനെ ഫോണിൽ പറഞ്ഞ ദാസ ഇങ്ങനെ കുട്ടികളെ ഡ്രസ്സൊക്കെ അലക്കിയിടാനുള്ള സൗകര്യങ്ങളില്ല, അതിന് ഷെഡ് ഉണ്ടാക്കണമെന്ന്. അത് നിങ്ങൾ ചെയ്യിച്ചോളൂ, എത്ര പൈസ ആണെങ്കിലും അത് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതിന് പണി കഴിഞ്ഞ് നമ്മൾ വിളിച്ച് പറഞ്ഞ ദാസം എത്ര പൈസ, ആ പൈസ ദാസൻ കൊടുത്തയച്ചു. അതുപോലെ തന്നെ പള്ളീൻ്റെ ഏത് കാര്യത്തിലും ദാസൻ്റെ എല്ലാ കാലത്തും എൻ്റെ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് കൊടിഞ്ഞിമാലിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ എല്ലാവരും തന്നെ തൽപരരാണ്. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് കൊടിഞ്ഞിപ്പള്ളിയിലെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടുത്തെ പിന്നെ ഖത്തീബ് അതുപോലെ തന്നെ മുദ്രിസ് അവരൊക്കെ ചെന്നതിന് ശേഷമാണ് അവിടെ സദ്യ വിളമ്പാറുള്ളത്. ആദ്യത്തെ പന്തിയിൽ ഞങ്ങളൊക്കെയാണ് ഇരിക്കാറ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവിടെ കൊടിഞ്ഞിപ്പള്ളി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നോമ്പ് 25 രാവിലെ അപ്പം എല്ലാ വീടുകളിൽ നിന്നും അപ്പം ഇവിടെ ശേഖരിച്ച് അത് 3 ഓഹരി വെച്ച് അതിൽ ഓരോ ഓഹരി ഇവിടുത്തെ അന്യ സമുദായക്കാർക്കുള്ളതാണ്. അവർക്ക് അമുസ്ലിമുകൾ കൊടുത്തതിന് ശേഷമേ അത് ഇവിടെ വിതരണം ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർക്ക്. അത് മമ്പർ തങ്പാപ്പ കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. അന്ന് ആ പാരമ്പര്യം ഇന്നും മുടങ്ങാതെ തന്നെ ആ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ പള്ളിയിലെ നേർച്ചൻ്റെ സമയത്ത് ഇവിടെ അറുക്കുന്ന മൃഗങ്ങളെ തോല് അത് പിന്നെ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതാണ്. അതും ഇന്നും അതുപോലെ തന്നെ ആ പാരമ്പര്യം ഇന്നും തുടർന്ന് പോവുകയാണ്.
കൊടിഞ്ഞി എന്നും മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും കേളികേട്ട പ്രദേശമാണ്. കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ചൊക്കെ അപരാധങ്ങൾ പറയുന്നവർ ഈ കൊടിഞ്ഞിയിൽ വന്ന് ഇവിടുത്തെ മതസൗഹാർദ്ദം കാണണമെന്ന് മാത്രം പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഇവിടെ പള്ളിയിൽ നാനാജാതി ആൾക്കാരും ഈ പള്ളിയിൽ പ്രശ്നപരിഹാരത്തിന് വരാറുണ്ട്. അവരെല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടിയാണ് പോകാറുള്ളത്. കൊടിഞ്ഞി പള്ളി നിങ്ങൾക്കറിയാം, ഇവിടെ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സമുദായക്കാരും കയറി ഇറങ്ങുകയും അവർക്കൊക്കെ വേണ്ട പരിഗണന ഇവിടെ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതാണ് കൊടിഞ്ഞിയുടെ പാരമ്പര്യം. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.